ആണ്. മൂന്ന് മുന്നണികൾക്കും ദിശാസൂചിക തന്നെയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രൂപത്തിൽ പ്രചാരണം കൊണ്ടുപോയിക്കൂടാ എന്നതിൻ്റെ ഒരു പാഠമാകേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ പാലക്കാട് എന്നുള്ളതാണ്. ചേലക്കരയും മറ്റു ചില പാഠങ്ങൾ കോൺഗ്രസിനെയും പഠിപ്പിക്കുന്നുണ്ട്. BJP-യെ സംബന്ധിച്ചും പാലക്കാട് ഒരു പാഠമാകുന്നുണ്ട്. BJP-യും CPM-ഉം പരസ്പരം ഏറ്റുമുട്ടാത്ത അല്ലെങ്കിൽ ഇരു കൂട്ടരുടെയും പ്രചാരണ വിഷയങ്ങൾ ഒന്നായ കോൺഗ്രസിനെതിരെ മാത്രം ഇരുകൂട്ടരും ഒരേപോലെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് കണ്ടത്. ആ രൂപത്തിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ വ്യക്തമാകുന്നത്? SDP ജമാഅത്തെ പിന്തുണയെക്കുറിച്ചാണ് CPM-ഉം BJP-യും ഒരേപോലെ ആരോപണം ഉന്നയിച്ചത്. RSS വോട്ടിനെ കുറിച്ചുള്ള വിമർശനം അപ്പുറത്ത് CPM-ന്റെ ഭാഗത്തുനിന്ന് കാണുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ആരാണ്, ഏത് സംഘടനയാണ് മുഖ്യ പ്രശ്നം എന്നൊരു വിലയിരുത്തലേക്ക് യഥാർത്ഥത്തിൽ CPM കടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് പറയുമ്പോഴും ഇവിടെ പറയുന്ന SDP മാത്രമാണ് എന്നുള്ളതാണ്. SDP വർഗീയ സ്വഭാവമുള്ള സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ നിരോധിത സംഘടനയല്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം. അപ്പോൾ രൂപീകരണ കാലം മുതൽ വർഗീയ നിലപാടുകൾ എടുത്തിരിക്കുന്ന RSS-നോടുള്ള സമീപനം എന്താണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും CPM-ന് RSS-മായി ബന്ധപ്പെട്ട നിലപാടുണ്ടെന്നൊക്കെ ആവർത്തിച്ച് പറയുന്നതാണ്. അത് നമുക്ക് വ്യക്തവുമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടില്ല എന്നിടത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ഈ പ്രചാരണങ്ങളൊന്നും ഏശിയില്ല, അല്ലെങ്കിൽ ഈ പ്രചാരണങ്ങൾ ഒരു തരത്തിൽ ഗുണം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്ത് സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ LDF-ലേക്ക് പോകാൻ പോകുന്നു എന്ന രൂപത്തിൽ അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്നത് എന്ന തരത്തിൽ CPM-ന്റെ നേതാക്കൾ തന്നെ നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് അപ്പുറത്തെ ക്യാമ്പിലേക്ക് പോകുമ്പോഴേക്കും പിന്നീട് ഒരു പത്രപരസ്യമായി നൽകിയ വാചകങ്ങളും അതൊക്കെ എങ്ങനെയാണ്, അത് യഥാർത്ഥത്തിൽ CPM-നെ പരാജയപ്പെടുത്തുന്ന ഘടകങ്ങളായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം മുതൽ തന്നെ ഷാഫിയുടെ നോമിനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം ഒരു ആ രൂപത്തിലാണ്. കാരണം അപ്പുറത്ത് BJP ഉണ്ടല്ലോ, എപ്പോഴും രണ്ടാം സ്ഥാനത്ത് BJP ഉണ്ട്. BJP ഒരു എതിരാളിയല്ല എന്ന മട്ടിൽ കോൺഗ്രസിനെതിരെ മാത്രം ആരോപണം കൊണ്ടുപോയി എന്നുള്ളതാണ്. ആ പ്രചാരണങ്ങളാണ് ഈ 18,840 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. BJP-യെ സംബന്ധിച്ച് 2016 മുതൽ BJP രണ്ടാമതാണ്. അത് തന്നെ തുടരുന്നു. അതിനെ BJP-യെ പ്രതിരോധിക്കാൻ ഇവിടെ സാധിച്ചിരിക്കുന്നത് കോൺഗ്രസിനാണ് എന്നുകൂടി തെളിയിക്കുകയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അപ്പോൾ നീല ട്രോളിയും പത്രപരസ്യവും ഒക്കെ തന്നെയും യഥാർത്ഥത്തിൽ ആരെയാണ് സഹായിച്ചിരിക്കുന്നത്? ഈ പത്രപരസ്യത്തിലോടുകൂടി ഈ BJP-ക്ക് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന അപ്പുറത്ത് CPM-ആണ്. ആ നിരത്തിൽ BJP-യുടെ പ്രാധാന്യം ഊന്നി കാണിച്ചു കൊടുത്തിരിക്കുന്നത് CPM-ആണ്. ആ രൂപത്തിൽ BJP-യെ ഒരു തരത്തിൽ സഹായിക്കുന്നുണ്ട് എന്ന് കൂടി വിലയിരുത്തേണ്ടി വരും. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇനി BJP-യെ സംബന്ധിച്ച് ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന വലിയ വീഴ്ച എന്നുള്ളത് BJP ഇപ്പോൾ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോൾ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സംഘടനാപരമായി എന്ത് തരത്തിലുള്ള പിഴവാണ് സംഭവിച്ചത് എന്നത് പരിശോധിക്കേണ്ടി വരും എന്ന് അപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് K. സുരേന്ദ്രൻ പറയുന്നു. അപ്പുറത്ത് സംഘടനാ പിഴവുകൾ പരിശോധിക്കണമെന്ന് മറ്റു ചില നേതാക്കളും വക്താക്കളടക്കം പറയുന്നുണ്ട്. അപ്പോൾ ഇത് BJP-ക്ക് ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ടി വരും. BJP-ക്ക് തുടക്കം മുതൽ തന്നെ തമ്മിലടി തിരിച്ചടിയായിട്ടുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ അതുണ്ട്. അത് കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ പലതവണ സ്ഥാനാർത്ഥിയായി എന്തിന് കൃഷ്ണകുമാർ തന്നെ എന്ന ചോദ്യം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നിട്ടുള്ളതാണ്. അവിടെ A ക്ലാസ് മണ്ഡലമാക്കി ശോഭാ സുരേന്ദ്രനാണ് പാലക്കാടിനെ ഉയർത്തിയിരുന്നത്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനൊക്കെ ഈ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തരത്തിൽ BJP-ക്ക് വോട്ട് താഴുന്നതിൽ ഏത് തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം കൂടി അവർ പരിശോധിക്കേണ്ടി വരും. ഏതായാലും ഈ കൊടകര വിഷയം, കുഴൽപ്പണ വിഷയം, ഈ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ഉയർന്നു വന്നത്? ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ്. BJP ക്യാമ്പിൽ നിന്ന് തന്നെ ഉയർന്നു വരികയായിരുന്നു. അപ്പോൾ അതിനൊക്കെ പിന്നിൽ അതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും. ഏതായാലും ഇതെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് തുണയാവുകയാണ് ചെയ്തിരിക്കുന്നത്. പാലക്കാടിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, CPM-നെ സംബന്ധിച്ച് പാലക്കാട്ടെ പരീക്ഷണം പാളിയോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. ചിഹ്നമില്ലാതെ മത്സരിച്ചു. സരിൻ എന്ന UDF-ൽ നിന്ന് വന്നിട്ട് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത് പ്രചാരണത്തിൽ എന്തായാലും സരിൻ്റെ പേര് മുൻപത്തെ പ്രമോദിനേക്കാൾ മുന്നോട്ട് വയ്ക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ ശരി തന്നെയാണ്. പക്ഷേ വോട്ടിൻ്റെ കാര്യത്തിൽ പാലക്കാട് LDF-ന് ആകെ കൂടിയത് 860 വോട്ട് മാത്രമാണ് എന്നുള്ളതാണ്. NDയുടെ നഷ്ടം 10,671 എന്നുള്ള ചില്ലറ നഷ്ടമല്ല. ഇനി A ക്ലാസ് മണ്ഡലം എന്ന് BJP-ക്ക് പറയാൻ പറ്റുമോ? തൃശ്ശൂരിൻ്റെ തുടർച്ച ഇതാ പാലക്കാട് കാണിക്കാൻ പോകുന്നു എന്ന ആത്മവിശ്വാസം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അതേസമയം ചേലക്കരയിൽ വിചാരിക്കാത്ത രീതിയിൽ NDക്ക് വോട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ ചേലക്കരയിൽ എന്തായാലും ശരിയാണ്, 12,201 വോട്ടിന് പ്രദീപിൻ്റെ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ മുൻ തെരഞ്ഞെടുപ്പുകളെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. വോട്ട് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു.
ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടിയുണ്ട്. അവിടെ സ്ഥാനാർത്ഥികളെ തമ്മിൽ ഒരു താരതമ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ UR പ്രദീപിന് ഒരു മേൽക്കൈ ലഭിച്ചിട്ടുണ്ട്. UDF ക്യാമ്പിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പാളിച്ച അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥിയെ താരതമ്യം ചെയ്യുമ്പോൾ രമ്യ ഹരിദാസ് പിന്നാക്കം പോയിട്ടുള്ളതിന് കാരണം രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയാകണമോ എന്നുള്ള കാര്യത്തിൽ പോലും പാർട്ടിയിൽ നേരത്തെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ താല്പര്യപ്രകാരമാണ് രമ്യ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. നമുക്കറിയാം ഇതിനു മുമ്പുണ്ടായ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് വേണ്ടി പെങ്ങളൂട്ടി എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിച്ച നേതാക്കളുണ്ടായിരുന്നു. അവരെ ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒപ്പം കണ്ടിട്ടില്ല. VP സജീന്ദ്രനും PM നിയാസും 3.5 മാസം മുമ്പ് തന്നെ അവിടെ അതിശക്തമായ പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തിൽ വരെ നടത്തി ആ തരത്തിൽ വോട്ട് സമാഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും പാർട്ടി നേതാക്കളുമായും പാർട്ടി പ്രവർത്തകരുമായുള്ള സ്ഥാനാർത്ഥിയുടെ ഇക്വേഷനിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ തന്നെയും ഈ തെരഞ്ഞെടുപ്പിൽ അവരെ ബാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ അവിടെ പരാജയം സംഭവിക്കുമായിരിക്കും. പക്ഷേ എന്നാലും ഈ പരാജയത്തിൽ കുറച്ചുകൂടി വോട്ട് ലഭിക്കുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. പക്ഷേ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും 8611 വോട്ടുകൾ കൂടിയിരിക്കുന്നു. BJPക്ക് കൂടിയത് 9564 വോട്ടുകൾ. അപ്പോൾ BJPക്ക് കൂടിയ വോട്ടുകൾ എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യമുണ്ട്. കാരണം അവിടെ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്, BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. എങ്ങനെയാണ് കൂടിയത്, എവിടെ നിന്നുള്ള വോട്ടുകളാണ് എന്നുള്ളതും CPM നന്നായി ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് ഇനി 3ാം പിണറായി സർക്കാരിനുള്ള ഒരു വലിയ ഭരണ നേട്ടം എന്നുള്ള നിലയ്ക്കുള്ള അഹങ്കാരം CPM-നും ഗുണം ചെയ്യില്ല. പാലക്കാട് വിജയം കൊണ്ട് പൂർണ്ണമായി ഞങ്ങളങ്ങ് വല്ലാതെ വിജയിച്ചിരിക്കുന്നു എന്നുള്ള തോന്നൽ കോൺഗ്രസിനും ഗുണം ചെയ്യില്ല. BJPയെയും ഇരുത്തി ചിന്തിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവിടെയുണ്ടപ്പോൾ 3 കൂട്ടർക്കും നന്നായി പ്രവർത്തിച്ചാലേ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന സന്ദേശമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് തരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. Meet the editors.